സിനിമയിലൂടെ കോടീശ്വരന്മാർ ആയവരും അരപ്പട്ടണിക്കാരായവരും മലയാള സിനിമയിലുണ്ട്. കഴിവും ഭാഗ്യവും ഒത്തുചേർന്നപ്പോൾ ഒരു രാത്രി കൊണ്ട് ജീവിതം സ്വപ്നതുല്യമായി മാറിയവരും അധികമാണ്. മലയാള സിനിമയിൽ നിന്ന് സമ്പാദ്യം ഉണ്ടാക്കിയവരും ഉണ്ടാക്കിയത് മുഴുവൻ കളഞ്ഞു കുളിച്ചവരും ആരൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ അതാണ് പറയാൻ പോകുന്നത്. നിരവധി സിനിമകൾ പ്രൊഡക്ഷൻ കൺട്രോൾ ആയി പ്രവർത്തിച്ച മണക്കാട് രമേശ് പറയുന്നത് ഇങ്ങനെ. മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിനോടാണ് അദ്ദേഹം പ്രതികരിച്ചത്. സിനിമയിൽ നിന്ന് സമ്പാദിച്ച് ഒരു പൈസ പോലും കളയാത്തവരിൽ മുന്നിൽ ഉള്ളത് മമ്മൂട്ടിയാണ്. മറ്റൊരാൾ ദേവനാണ്. മമ്മൂട്ടി മദ്യപിക്കില്ല. ദേവൻ ആവശ്യത്തിന് 2 പെഗ്, അത്രയേയുള്ളൂ. സിനിമയിലെ സമ്പാദ്യം കളയാത്ത മറ്റൊരാൾ ജയറാമാണ്. ജയറാം പ്രൊഡ്യൂസറുടെ പൈസ ചെലവാക്കിയിട്ടേ കുടിക്കുകയുള്ളൂ. സ്വന്തം പൈസയ്ക്ക് കുടിക്കില്ലെന്നും രമേശ് പറയുന്നുണ്ട്. സിദ്ദീഖും ദിലീപും അടക്കമുള്ളവർ സിനിമയിൽ നിന്ന് നല്ല കാശുണ്ടാക്കിയിട്ടുണ്ട്. ദിലീപിനും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഉയർച്ചയാണ്. ഉയർന്നുയർന്ന് കയറിയ ആളാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കുതിരവട്ടം പപ്പു ഇവരൊക്കെയാണ് ഒന്നും സമ്പാദിക്കാതെ പോയത്. ഇവർക്കൊക്കെ ഇഷ്ടം പോലെ സിനിമകളുണ്ട്. പക്ഷേ കുറേ പണം കുടിച്ചങ്ങ് പോയി. ചിലപ്പോൾ അഭിനയിച്ച പ്രതിഫലം വാങ്ങിക്കില്ല. ബാലൻ കെ നായർ അദ്ദേഹത്തിൻ്റെ മകൻ മേഘനാഥൻ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ടെന്ന് മണക്കാട് രമേശ് പറയുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ അച്ഛനായ സുകുമാരൻ ഒരു കുഴപ്പവും പറയാനില്ലാത്ത നടനാണ്. പൈസയൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കും. വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി എന്നൊക്കെ പറയും. സിനിമയിലെ വില്ലന്മാർ പലരും ജീവിതത്തിൽ പാവങ്ങളാണ്. കീരിക്കാടൻ ജോസ് വളരെ പാവം. സിനിമയിൽ മാത്രമേ വില്ലത്തരമുള്ളൂ. അടുത്ത കാലത്താണ് മരിച്ചുപോയത്. ബാബുരാജ് ഒരു പ്രത്യേക ക്യാരക്ടറാണെന്നും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളുമായിട്ട് ഇണങ്ങുകയുള്ളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.